സാർ. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദിവസങ്ങൾ എല്ലാവർക്കും എന്നും ഉണ്ടാവട്ടെ എന്നും, അതുപോലെ തന്നെ ഓരോ ദിവസവും നന്ദിയോടെ കൃതജ്ഞതയോടെ നിങ്ങളെ ഏവരെയും ഓർക്കുകയാണ്. ഇവിടെ വന്നവരും യൂട്യൂബ് വീഡിയോ കണ്ട് ഒരുപാട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഓരോ വീഡിയോയിന്റെയും താഴെയുള്ള കമന്റുകളൊക്കെ പോയി നോക്കുമ്പോൾ വളരെ മനോഹരമാണ്. കാരണം ഞങ്ങൾക്ക് ഇത് മാറ്റമുണ്ടായി. ഇപ്പൊ ഇന്നലെയൊക്കെ വന്ന് ക്ലാസ്സിൽ വന്ന് പറഞ്ഞ് ക്ലാസ്സിലൊന്നും ചേർന്നിട്ടില്ല സാറേ, പക്ഷെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്ന വിശേഷങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊരു പ്രേരണയായി മാറാൻ, അല്ലെങ്കിൽ അതിനൊരു കാരണമായി മാറാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നത് അത് സർവേശ്വരന്റെ ഒരു കടാക്ഷം മാത്രമാണ്. അതിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ ജീവിതത്തെ മാറ്റപ്പെടുത്തി ഇപ്പൊ നമ്മള് വീട്ടിലെ അടുത്ത മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ആ വീടിനെ തന്നെ, വീടും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ സന്തോഷം നൽകാനായിട്ട് കൊച്ചു കുട്ടികളോട് അടക്കം ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. അവരെ ക്ലാസ് കഴിഞ്ഞ് വന്നാണ് വീട്ടിൽ എങ്ങനെ മാറ്റം ഉണ്ടാക്കണമെന്ന് ഇനി അവരും അവിടെ വെച്ച് തുടങ്ങും. നിങ്ങളൊക്കെ മക്കൾ അവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ആ സന്തോഷം ജീവിതത്തിലേക്ക് മാറ്റം ഉണ്ടാക്കാനായിട്ട് അവരും നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്തൊരു മനോഹരമായ വീടായിരിക്കും. ഇന്ന് 5 കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് വീട്ടിനകത്ത് ചെയ്യേണ്ട 5 കാര്യങ്ങൾ. അത് 5 കാര്യങ്ങൾ നാളെ നിങ്ങൾ ഇപ്പൊ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ നാളെ, അല്ലെങ്കിൽ റെക്കോർഡിംഗ് നാളെ അയച്ചു തരാം, മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരിത് പ്രായോഗികമാക്കി കഴിഞ്ഞാൽ വീട് മനോഹരമായിരിക്കും. അച്ഛനും അമ്മയും മാറുമ്പോൾ മക്കൾ ഓട്ടോമാറ്റിക് മാറുമെന്ന് അറിയുക. അത്രയും സന്തോഷമുള്ള അവസ്ഥയിലേക്ക് വീടെത്തിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ്. അത് സാധിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം നമുക്ക് നാളെ ടീനേജേഴ്സ് ആയ കുട്ടികളുടെ ക്ലാസ് ഉണ്ട്. അവരുടെ ജീവിതത്തിൽ എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണമെന്ന് കൃത്യമായി വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ആ വഴികൾ ഓരോ ആളുടെയും പാഷൻ അനുസരിച്ചുകൊണ്ട്, അതായത് അവരെല്ലാം ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. അത്രയും നല്ല മക്കളാണ് നമ്മൾ കൂടെയുള്ള. അപ്പൊ അവരൊക്കെ നല്ല രീതിയിലേക്ക് വഴിതെളിച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങളും കൂടെ നിൽക്കുമ്പോൾ ജീവിതം സന്തോഷകരമായും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരോടും എന്റെ റിക്വസ്റ്റ് ആണ്, ഇതെല്ലാം റിക്വസ്റ്റ് ആയിട്ട് എടുക്കണം. നിങ്ങൾ എന്ത് ചെയ്യുന്നുവെങ്കിലും ബോധത്തിൽ നിന്ന് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂടാതെ കണ്ട് അവനവന്റെ ബോധ തലത്തിലേക്ക് ഒന്ന് ആഴ്ന്നു കഴിഞ്ഞ് ചെയ്യുക എന്നുള്ളത് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യണം. കാരണം പലതും കാണുമ്പോൾ പല അബദ്ധങ്ങളും കാണിക്കുന്നത് ബോധമില്ലായ്മ കൊണ്ട്. പലരും പോയി കുഴി ചാടുന്നത് ബോധമില്ലായ്മ കൊണ്ടാണ്. അത് ചെയ്യരുത്, റിക്വസ്റ്റ് ആണ്. എന്ത് ചെയ്യുമ്പോഴും അതിന്റെ വരും വരായികളെ പറ്റി ചിന്തിക്കാനുള്ള സാവകാശം അല്ലെങ്കിൽ സന്മനസ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം എന്നുള്ള റിക്വസ്റ്റ് ആണ്. കാരണം 1-2 ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾ എല്ലാവരും ലോൺ എടുക്കുന്നുണ്ട്, എല്ലാവരും ലോൺ ആവശ്യമാണ്. പക്ഷെ എന്തെങ്കിലും എവിടെന്നെങ്കിലും ലോൺ കിട്ടുന്നതുകൊണ്ട് ചാടിക്കേറി പോയി എടുക്കാതെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ഞാൻ 1 ലക്ഷം എടുത്താൽ 1 വർഷം കൊണ്ട് എത്ര അടക്കേണ്ടി വരും എന്നുള്ള സാമാന്യമായ ഒരു കാൽക്കുലേഷനെങ്കിലും ചെയ്തിട്ട് എടുക്കണം എന്നുള്ള റിക്വസ്റ്റ് ഒന്നാമത് എടുക്കണം. കാരണം പലരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ ലോജിക്ക് ഒന്ന് ആലോചിക്കുക. ഇന്നലെ ഞാൻ ഒരാളെ ഗ്രൂപ്പിൽ ശരിക്കും പിടിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യരുതെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൽ എഴുതിയിരിക്കുന്ന മെസ്സേജ് കണ്ടപ്പോൾ എനിക്കെന്റെ എന്താ പറയേണ്ടതാണ്, ഞാൻ അവരെ ആയതുകൊണ്ട് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റനുസരിച്ച് എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയാം. അടുത്ത 720-40 രൂപയുടെ മൊബൈൽ റീചാർജ് പിണറായി വിജയൻ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്നു. ഈ താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, സമ്മാനം നേടൂ, അല്ലെ അതിന് അർഹത നേടൂ, അങ്ങനെ എന്തോ ആണ്. ഞാനത് കൃത്യമായി വായിക്കുന്നില്ല, കൃത്യമായി ഓർക്കുന്നില്ല, എന്നാലും പറയാം. ഇങ്ങനൊരു മെസ്സേജ് വരുമ്പോ ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്കണം. പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി 740 രൂപയ്ക്ക് അരി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം, തിന്നാനുള്ള സാധനമാണ്. പാവപ്പെട്ടവൻ എല്ലാത്തിനും വേണ്ടാണ്. മൊബൈൽ റീചാർജ് എങ്ങനെ ഒരു മുഖ്യമന്ത്രി കൊടുക്കും എന്നുള്ള കോമൺ സെൻസ് അല്ലേ? ജസ്റ്റ് ചോറല്ലേ തിന്നുന്നത്. നമ്മൾ പണ്ടാരോ നമ്മുടെ അച്യുതാനന്ദൻ പറഞ്ഞ പോലെ അരിയാഹാരം കഴിക്കുന്നതെങ്കിലും ചിന്തിച്ച് നോക്കിക്കൂടെ? എനിക്ക് അതിൽ സങ്കടമായത് അതിനേക്കാളും എന്റെ ഏറ്റവും ഫേവററ്റ് സ്റ്റുഡന്റ്
ഇത് കുറേ പേർക്ക് അയച്ചു കൊടുത്തു, ക്ലിക്ക് ചെയ്ത് എന്താണ് നോക്കിക്കോട്ടെ. അപ്പൊ ഞാൻ എന്താ അവരോട് പറയണം? ഇതാണോ ഞാൻ പഠിപ്പിക്കേണ്ടത്? നിങ്ങൾക്ക് ഇങ്ങനെയാണോ പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ പബ്ലിക് ഇത്രയും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ പോരെ. അപ്പൊ ആൾക്കാർ നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന ആ ഒരു ഭാഗമൊന്ന്, ഇത് അറിവില്ലായ്മ കൊണ്ടാണ്? ഒന്നുമല്ല, അറിവില്ലായ്മ കൊണ്ടല്ല. മറ്റൊരു കാര്യം സ്ഥിരമായി കാണാറുണ്ട്. ദേവിയുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ദേവന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് 501 ആൾക്കാർക്ക് അയച്ചു കൊടുക്കൂ, ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത് കാണോ, ദൈവം നിങ്ങൾ പ്രസാദിക്കും. പിന്നെ ഒരു ദൈവത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് 501 ആൾക്ക് കിട്ടി കഴിഞ്ഞാൽ ദൈവം വന്നിട്ട് നിങ്ങൾ വരാം. എന്താ ഈ ചെയ്യുന്നത്? ആലോചിച്ചോക്കൂ. ഈ 501 ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങൾ കുത്തുന്ന സമയം മതി നിങ്ങൾ 2 പണിയെടുത്ത പൈസ ഉണ്ടാക്കാനായിട്ട്. ആ സമയം മതി. ഇങ്ങനെയെങ്കിലും ഉപയോഗിക്കും. ദേവി ഇത് റിക്വസ്റ്റ് ആണ്, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. കാരണം ഇങ്ങനെ അബദ്ധങ്ങൾ കാണിക്കുന്ന ഒരാൾക്കാർക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ആർക്കെങ്കിലും ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇത് കേൾക്കാം. അതിലേക്ക് നമുക്ക് പോവാം. പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് പറയാനുള്ള അൺമ്യൂട്ട് ചെയ്തോളൂ, പറയൂട്ടോ. ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്ത് പോയി പറഞ്ഞോ ഷിബി പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്യാലോ അവിടുന്ന്. സാർ എനിക്ക് ഹലോ സാർ, കേക്കാവോ? കേക്കാം. എനിക്ക് ആ 60 മിനിറ്റ്സിന്റെ വർക്ക് ചെയ്തിരുന്നു സാർ. 60? ഞാൻ ഇന്നലെയാണ് അത് ചെയ്യാൻ 60 സെക്കൻഡിന്റെ ഇന്നലെയാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഇന്ന് എന്റെ അക്കൗണ്ടിൽ ഒരു ഇവിടുത്തെ ഒമാൻ റിയാൽ 85 റിയാൽ കൊടുക്കേണ്ടതെന്നാണെങ്കിൽ എന്റെ അക്കൗണ്ടിൽ വന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ടെക്നിക്ക് അല്ലേ? അത് വർക്ക് ചെയ്തു. വെരി ഗുഡ്. ഞാൻ 2 കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട്. അത് ഞാൻ പൂർണ്ണമായിട്ട് പറയാന്ന് വിചാരിച്ചു. വെരി ഗുഡ്. ഗുഡ് ന്യൂസ് കമ്മിങ് ഫ്രം സ്നേഹലത. ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന്റെ ഗുണങ്ങൾ വരാൻ തുടങ്ങി. ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് ഗുണങ്ങൾ തരാം. ആദ്യം പറഞ്ഞെന്താണ്? ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ഒന്നും കിട്ടുന്നില്ല സാർ. ഹസ്ബൻഡിന് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിയിൽ അന്ന് തൊട്ട് കയറി, വണ്ടിയിൽ അന്ന് തൊട്ട് കയറി. ഓക്കെ, ശരി. വെരി ഗുഡ്. മാറ്റം ഉണ്ടാകും. അടുത്ത ആരാളെ പറയാനുള്ളവര്? പറഞ്ഞോ സാറേ. ഞാന് ഒരു മാസം മുമ്പ് എനിക്കൊരു സുഖമില്ലാതെ വന്നായിരുന്നു പെട്ടെന്ന് ഒരു സൈഡിന്. അപ്പൊ ഞാനത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. എനിക്കിതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞോണ്ടേ എനിക്കൊരു ഇടതുവശത്ത് കയ്യും കാലിനും. ഇപ്പൊ ഞാൻ എഴുന്നേറ്റില്ല, നടക്കും, നല്ല ഇതായിട്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇന്നലെ തൊട്ട് ക്ലാസ്സിൽ കയറാൻ തുടങ്ങി സാറിന്റെ. ഞാൻ ഒരു മാസം മുമ്പ് ഞാൻ അയച്ചായിരുന്നു, ഗ്രൂപ്പിൽ അയച്ചായിരുന്നു എല്ലാവരെയും പ്രാർത്ഥന ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഇതുവരെ സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ സാറിന്റെ ക്ലാസ് എല്ലാം ഞാൻ കേൾക്കാറുണ്ട്, യൂട്യൂബിൽ കാണാറുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സാറിന്റെ ഈ ഇതിനകത്ത് ഫ്രീ സെഷനകത്ത് കുറെ നാളെ ഞാൻ ജോയിൻ ചെയ്തിട്ട്. പിന്നെ എനിക്ക് സാറേ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോ ഞാൻ നേരത്തെ ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാളാണ് വേറെ ഒരു മഠത്തിന്റെ. എനിക്ക് ഇത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേന് എന്റെ ശരീരം ഫുള്ള് അങ്ങ് കറങ്ങുവാണ്. ഇപ്പം തന്നെ എനിക്ക് വൈബ്രേഷൻ ഉണ്ട്. സാറിനെ നേരിട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഭയങ്കര വൈബ്രേഷൻ ആണ്. പിന്നെ എനിക്ക് സാറേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റത്തില്ല. പോകുമ്പോ അവിടെ ചെല്ലുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ആണ്. എന്നിട്ട് എനിക്ക് അവിടെ പോയിട്ട് നമ്മൾ ഈ നോർമലി പോകുന്ന ആളല്ല അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന്. അതുകൊണ്ട് ഞാനിപ്പോ എനിക്ക് അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റാത്ത അങ്ങനെ ഒരു സിറ്റുവേഷനും ഉണ്ട്. ഭയങ്കരമായിട്ട് അങ്ങ് മെഡിറ്റേഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അങ്ങ് കുറെ സമയം വേണം അതിന് തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനും മോനും ഉള്ളു വീട്ടില്. ഹസ്ബൻഡ് മരിച്ചു പോയാണ്. അപ്പം നമ്മളെപ്പോഴും ഈശ്വരൻ ആ ഒരു ഇതിനൊക്കെ എനിക്ക് ചെറുപ്പം കുറെ വർഷങ്ങളായിട്ട് എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഒരിതുള്ള ഒരാളായിരുന്നു. ഇപ്പം ഭയങ്കര ഇപ്പൊ സാറിനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് ഇവിടെ വൈബ്രേഷൻ ചെയ്യാൻ തുടങ്ങും. ക്ലാസ് കേൾക്കുന്ന തന്നെ അത്രമാത്രം ഭയങ്കര പവറാണ് എനിക്ക്. ഇതിന് എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ഇതാണ്. അപ്പൊ എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്കൊരു പേടിയുണ്ട്. ഇപ്പൊ നമ്മൾ ലെവല് വിട്ട് അങ്ങ് പോവാണ്. അത് ഒരുപാട് വർഷമായി തുടങ്ങിയിട്ട്.
അപ്പൊ എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു അതെല്ലാം എനിക്ക് സാധിക്കാറുണ്ട്. ഞാന് അഫർമേഷൻ എഴുതുവോ അല്ലെ അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അല്ലാതെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം നടത്തി തരാറുണ്ട് ഒരുപാട്. പിന്നെ ഒരാളെ കാണുമ്പോ അവരുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു ഇതുണ്ട്. ഞാനൊന്നും വേറൊന്നും പ്രത്യേകിച്ച് പഠിച്ചിട്ടില്ല. ഈ ലോ ഓഫ് അട്രാക്ഷന്റെ 2-3 ക്ലാസ്സുകൾ, ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഞാൻ ഒരു മാഡത്തിന്റെ ഇത് ജോലി എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഒന്നും ചെയ്തില്ല, ഹൗസ് വൈഫാണ് സാറ്. എനിക്കൊരു മോൻ മാത്രമേ ഉള്ളൂ, 25 വയസ്സായി. ഞാൻ പിന്നെ ഈ തുണിയുടെ ചെറിയ ബിസിനസ് ചെറുതായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ കുറച്ച് സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് ഉള്ള ആളായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ പെട്ടെന്ന് വരുമാന മാർഗം എന്താ? വരുമാന മാർഗം ഇപ്പം മോൻ കല്യാൺ ജ്വല്ലറി ജോലിക്ക് കയറിയിട്ടുണ്ട്. ഇപ്പൊ 6 മാസമായി. അതെ, ചെറിയൊരു വരുമാനത്തിലാണ്. നമ്മൾ മെഡിസിനൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ നേരത്തെ. ഒരു ജസ്റ്റ് ഒരു റെമഡി പറയാം, ശ്രദ്ധിക്കണം. ഓക്കെ സാറേ. നിങ്ങള് ഈ വൈബ്രേഷൻ എന്താ സംഭവിക്കുന്ന ബോഡിയുടെ എനർജിയുടെ ലെവലാണ് അത്. നമുക്ക് ചില കാര്യങ്ങളിലൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കത് ചില സമയത്ത് നിങ്ങൾക്കത് അനുകൂലത്തെക്കാളും കൂടി പ്രതികൂലമായി മാറിയേക്കാം. ഉണ്ട് സാറേ. നമുക്ക് പുറത്തങ്ങനെ എന്താ പറയാ, ഒരു ക്ഷേത്രങ്ങളിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ഒത്തിരി കാലമായി ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഭയങ്കര വൈബ്രേഷൻ ആണ്. നിങ്ങൾ സ്വർണ്ണമാണോ ശരീരത്തിൽ ഉപയോഗിക്കുന്നത്? സ്വർണ്ണമുണ്ടോ നിങ്ങളുടെ ശരീരത്തിൽ? ഇപ്പൊ ഞാൻ സ്വർണ്ണം ഒന്നും ഇട്ടിട്ടില്ല സാറേ. എനിക്ക് സ്വർണ്ണം ഒന്നും അധികം ഇല്ല. കമ്മലും മോതിരവും ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാനൊരു വെള്ളിയുടെ മോതിരം ഇട്ടിട്ടുണ്ട്. അത് കുറച്ചായുള്ളൂ. സ്വർണ്ണ മോതിരം ഒക്കെ കമ്മലും കൊണ്ട് ഞാൻ ഊരി വെച്ചേക്കുവാണ്. ഞാൻ വരവാണ് ഇട്ടേക്കുന്നത്, ഗോൾഡ് കവറിംഗ് ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അതിന് കാര്യമുണ്ട്. പക്ഷെ എനിക്ക് പബ്ലിക്കിൽ ഇപ്പൊ അത് പറയാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റോ സമയത്തോ പറഞ്ഞു തരാം കേട്ടോ. ചെയ്യേണ്ടത് സാറിന് ഒരുപാട് തവണ ഇങ്ങനെ സാറിനോട് സംസാരിക്കാൻ വരുമ്പോഴെല്ലാം എനിക്ക് ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ സാറ് ഇങ്ങനെ വരുന്നതായിട്ടൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ തോന്നാറുണ്ട്. ഇങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കുറെ നാളെ ഞാൻ സാറിന്റെ ക്ലാസ്, പക്ഷെ ഇതുവരെ എനിക്ക് സാറിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇതൊന്ന് പറയണമെന്നുണ്ട്. പിന്നെ സാറേ ഒരു കാര്യം കൂടെ, എനിക്ക് നമ്മൾ എവിടെങ്കിലും നിൽക്കുന്ന സമയത്തോ നമ്മുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി വരും. എന്റെ ഉള്ളിൽ നിന്ന് ഒരു ഫിസിൽ അടിക്കുന്ന ഒരു സൗണ്ട് വരാറുണ്ട്, ഇങ്ങനെ ഷൂളം അടിക്കുന്ന പോലെ. അപ്പൊ അതിന്റെ മോൻ ഇതെല്ലാം അറിയാം. അപ്പൊ എന്നെ അടുക്കൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കാൻ വന്നിട്ടുണ്ട്, ചേച്ചി ഒരു കാര്യം പറഞ്ഞു തരാമോ എന്നൊക്കെ. അപ്പൊ ഞാൻ അതിനെ ഒന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ മറ്റുള്ളവരുടെ നെഗറ്റീവ് കൂടെ നമ്മളിലോട്ട് ഒരുപാട്, അതിൽ കുറച്ചൊക്കെ ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു. ഞാൻ ഒന്നും പഠിച്ചിട്ടുള്ള ഒരാളെ അല്ല. ഇപ്പൊ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് വൈബ്രേഷനാ സാറേ. കറങ്ങി അങ്ങ് പോവാ, കറങ്ങി. അതുകൊണ്ട് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനും ഒരു ഇതുണ്ട്. എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ചെറിയൊരു ക്ലാസ്. ഇല്ല, ഒന്നുമില്ല കേട്ടോ. ക്ലിയർ ആണ്. ശ്രീലത, യു ആർ ഹിയർ നൗ. ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞു വരുമ്പോഴേക്കും എനിക്ക് മനസ്സിലായിരുന്നുണ്ടാവും. അത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് അവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഉണ്ട്. ഓക്കെ, യെസ്, ഒന്നുമില്ല. കൂൾഡൗൺ. ദേവി സാന്നിധ്യം ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് നിഗ്രഹമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഞാൻ പറയാമെന്ന കാര്യം, പറ്റുമെങ്കിൽ തിരുവനന്തപുരത്ത് ഞാൻ ഈ മാസം 20 വരുന്നുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് തിരുവനന്തപുരത്ത് വന്ന് കാണാൻ ശ്രമിച്ചു നോക്കട്ടോ. നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതിന് സമയം നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ദേവി ആ രീതിയിലുള്ള ഒരു കടാക്ഷത്തിന് നമുക്കുണ്ടെങ്കിൽ ദേവി അവിടെ വരുത്തിക്കൊള്ളൂ കേട്ടോ. നിന്ന് കൊടുത്താൽ മതി. അന്ന് ഞാനൊരു സാധനം തരാം, നിങ്ങൾക്ക് അത് ധരിച്ചാൽ മതി. വേണം, ഇത് ആവശ്യമാണ്. ഇത് അവിടെ ഇരിക്കട്ടെ, നമുക്കത് ധരിച്ചാൽ മതി കേട്ടോ. ഓക്കെ സാറേ, ഒരു സെക്കൻഡ്. ഇത് ഇങ്ങനെ ഒത്തിരി വർഷമായി എനിക്ക് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇത് എന്റെ അനിയത്തിയൊക്കെ ഒരു പൂജയൊക്കെ ചെയ്ത് ആവാഹിച്ച് മാറ്റാൻ ശ്രമിച്ചു. അവരുടെ വീട്ടിൽ ഒരു പൂനെ വെച്ച് വലിയ പൂജ നടത്തി, 5 ദേവന്മാര് വന്നിട്ട്. പക്ഷെ ആ പൂജ നടക്കുന്നതിൽ എന്നെ ഒരു പീഠത്തിൽ ഇരുത്തിയിട്ട് പൂജ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്തൊക്കെ ചെയ്താലും ഇത് പോകുന്നില്ല സാറേ. ജന്മം കൊണ്ടുള്ള ഇപ്പൊ ഭയങ്കര ഹൈ ലെവലിൽ ഇരിക്കുവാണ്. അപ്പൊ എനിക്ക് ഇതൊന്നും ഇല്ല. ഞാൻ വെറും ഇതാണ്, കംപ്ലീറ്റ് ശുദ്ധമാണ്. എല്ലാം റിമൂവ് ചെയ്ത് എനിക്കിപ്പോ 47 ഏജ് ആയി. അപ്പം ഹസ്ബൻഡും ഇല്ല. ഞാനൊരു ഇതായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എന്താ ചെയ്താലും ഇപ്പൊ ആര് വന്നാലും എനിക്ക് അവരുടെ ഇതെല്ലാം പറയാൻ പറ്റുന്നുണ്ട്. അറിയാം. ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട് ലോകത്ത്, നമുക്ക് സംഭവിക്കുന്നതാണ്. ഇത് എന്താ പറയാ, നിങ്ങള്
ദേവി അതുകൊണ്ട് നോക്കൂ, അത് കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടി വരും എന്നാൽ മാത്രമേ ഉള്ളൂ. ഇത് ശക്തി സ്വരൂപിണിയായ ദേവിയുടെ കടാക്ഷം അത് എവിടെ സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കുറെ നിമിത്തങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു യോഗാചാര്യനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിന്റെ കാര്യങ്ങൾ അറിയാം. പക്ഷെ ഓക്കെ, നിങ്ങൾ അതിനനുസരിച്ച് ജീവിതത്തിൽ ചെറിയ മാറ്റപ്പെടുത്തിയാൽ മതി. നമുക്കത് ആവശ്യാനുസരണം വരട്ടെ. അതിന്റെ സമയത്ത് നമുക്ക് നിന്ന് കൊടുക്കാനേ പറ്റുള്ളൂ. ബാക്കിയെല്ലാം അവിടുത്തെ ഇച്ഛ പോലെ നടക്കണം. അത് സാറേ എന്നോട് പറഞ്ഞത്, നോക്കിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഒരു റൂം എടുത്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു വിളക്ക് കത്തിച്ചിട്ട് അത് കൊടുക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് പ്രശ്നത്തില്. അങ്ങനെ തിരുവനന്തപുരത്ത് പോയി ഞാനൊരു പ്രശസ്തനായ ജോത്സ്യന്റെ അടുക്ക് ലാസ്റ്റിൽ പോയി നോക്കിച്ചു. ഇതിപ്പോ ഞാൻ വീട്ടിൽ തന്നെയാണ്, അങ്ങനെ പോകാറില്ല. എന്റെ അമ്മയുടെ വീട്ടിൽ പോലും എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇവിടെ നെഗറ്റീവ് എനർജി ഉള്ളിടത്തൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പം അങ്ങ് ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മള് ഒരു കാര്യം ഇന്നിടത്ത് ഒരാളല്ലേ എന്നെ കാണാൻ വരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അന്ന് വരാനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം മോനുള്ളത് കൊണ്ടാണ്, മോനെ നോക്കാൻ ഒരു മോൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പൊ എനിക്ക് എപ്പോഴും ആ പരമമായ ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. മോൻ കഴിയട്ടെ, എനിക്ക് 47 വയസ്സ് കഴിയട്ടെ. 47 ആയി സാറേ. ഇപ്പൊ 47 വയസ്സ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ജൂണിൽ 47 വയസ്സ് തുടങ്ങിയായിരുന്നു. ഇപ്പൊ ഭയങ്കര ശക്തി സമയമാണ്. മകന് ജോലി കാണല്ലോ. ഓക്കെ, അതിനനുസരിച്ച് കാര്യങ്ങൾ ഇനി വലിയ മാറ്റം ഉണ്ടാവട്ടെ. നിന്ന് കൊടുത്തേ പറ്റുള്ളൂ, വേറെ വഴികളില്ല അതിനകത്ത്. എന്തെല്ലാം നോക്കിയിട്ടും പറ്റുന്നില്ല സാറേ എനിക്ക്. ഇപ്പം തന്നെ എനിക്ക് അങ്ങ് കറണ്ട് അടിക്കുന്ന പോലെ ഫീൽ ചെയ്തോണ്ടിരിക്കുക. സാറിനോട് ഒത്തിരി ദിവസം എനിക്ക് സംസാരിക്കണമെന്ന് ഇങ്ങനെ മാസങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ സംസാരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും എന്റെ വോയിസ് അങ്ങോട്ട് എത്തുന്നില്ല. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെങ്കിൽ പറ്റില്ല. പക്ഷെ ഇന്ന് ഫസ്റ്റിലെ എന്താ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം, എന്റെ കുഞ്ഞെന്നുള്ള ഇതാണ് എനിക്ക് വരുന്നത് സാറിനെ കാണുമ്പം. ശ്രീലത എന്നുള്ളത് വിട്ട് കഴിയുമ്പോഴത്തേന് എന്റെ മകനായിട്ട് തന്നെയാണ് എനിക്ക് സാറിനെ കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് ദർശനത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നു സാറ്. മെഡിറ്റേഷൻ ഇരിക്കുന്ന ആ സമയം അതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്, എന്റെ റൂമിൽ ഇരുന്നുണ്ട്. അപ്പം അറിയാം, മനസ്സിലാക്കുന്നു. അത് കണക്ടിവിറ്റിയെ പറ്റി കാര്യമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പബ്ലിക്കിൽ അങ്ങനെ എല്ലാം പറയാൻ പറ്റും. പറയാൻ പറ്റും. അതെ, ഓക്കെ സാർ. എല്ലാ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കാര്യവും നിങ്ങൾക്ക് എല്ലാവരോടും പറയാൻ പറ്റും. ഇല്ല. ഓക്കെ. പറയാൻ പറ്റില്ലെന്നല്ല, പറയാൻ പാടില്ലെന്നുള്ള സത്യം കൂടി മനസ്സിലാക്കാം. സത്യമാണ് സാറേ. ഓക്കെ. അറിയാം. ഇപ്പൊ എനിക്ക് ഉണ്ടെന്ന് ഞങ്ങളുടെ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ കുറച്ചു പേർക്ക് അറിയാം. താങ്ക് യു. മറ്റുള്ളവർ പോട്ടെ. ശരി, ക്ലാസ് ഓക്കെ. അപ്പൊ നമുക്ക് മറ്റാരും സംസാരിക്കാൻ പറഞ്ഞ ജോലി സംസാരിക്കാനുണ്ടോ? ഇല്ലല്ലോ. സൗദാമിനിക്കൊന്നും സംസാരിക്കാനില്ലല്ലോ. ഇപ്പൊ ഉണ്ടോ? സൗദാമിനി മുമ്പ് ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഉത്തരം, ആത്മാവും, എനിക്ക് ഓർമ്മയുള്ള ചോദ്യം, ആത്മാവും ശരീരവും മനസ്സും എന്തുകൊണ്ടാണ് സാറേ ഇങ്ങനെ ആവുന്നത്? അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാവുന്ന ചോദിച്ച ചോദ്യത്തിന് ഏകദേശം ഉത്തരങ്ങൾ ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ. ഇത് കണ്ടപ്പോ എന്റെ മൈൻഡ് അപ്സെറ്റ് ആയി. എന്റെ അമ്മയ്ക്ക് ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഞാൻ ചോദിച്ചു പിന്നെ പറഞ്ഞോളാം. അതിലേക്ക് ചർച്ച വേണ്ട, ഞാനിത് പറഞ്ഞു തന്നേ ഉള്ളൂ. ചർച്ച വേണ്ട. വിശ്വനാഥന്റെ ഭാര്യക്ക് ഇവർക്ക് എന്താ പറയാനുള്ളത്? വേറെ പറയണ്ട. ഗുഡ് ഈവനിങ്. ഒരു മിനിറ്റ് ജോലി, ഒരു മിനിറ്റ് പറഞ്ഞോ. ഞാനിങ്ങനെ പിന്നെ 60 സെക്കൻഡിന്റെ ചെയ്യാറുണ്ട്, രാവിലെയും വൈകിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അത്. ഇപ്പൊ ഞങ്ങക്ക് കുറച്ച് മാറ്റം പറഞ്ഞപ്പോ ഞങ്ങള് വീട് വിറ്റിട്ട് ഞങ്ങളുടെ കടം ബാധ്യത തീർക്കണം പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് വേറെ ചെറിയൊരു സ്ഥലം വാങ്ങിക്കണം പറഞ്ഞിട്ട്. അപ്പൊ ഇന്നൊരു പാർട്ടിക്കാര് വന്നിട്ട് വീട് നോക്കിയിട്ടുണ്ട് ഞങ്ങളുടെ. അപ്പൊ അതൊന്നും ഞങ്ങക്ക് ശരിയാവണം. പിന്നെ ശരിയാവും. 60 സെക്കൻഡിന് വീണ്ടും ചെയ്തോളൂ, ശരിയാവും. പിന്നെ സാർ, ഇവര് ഗൾഫിലേക്ക് പോകാൻ വേണ്ടിട്ട് ഒരാള് ഇവരെ പറ്റിച്ചായിരുന്നു, എന്റെ ഭർത്താവിനെ. അപ്പൊ പൈസ അവര് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു 15-ാം തീയതി നാട്ടില് വരുന്നുണ്ട്, അപ്പൊ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഞാൻ 21 പ്രാവശ്യം എനിക്ക് ആവശ്യമായ ആരോഗ്യം, സമൃദ്ധി, സന്തോഷമേകുന്ന ബന്ധങ്ങൾ, ആനന്ദമായ സന്തോഷം, സമ്പത്ത് എന്നിവയെല്ലാം ലഭിക്കും.
എന്റെ ജീവിതത്തിലേക്ക് ഈ സൗഭാഗ്യങ്ങൾ സ്വാഭാവികമായി എത്തുന്നതിൽ ഞാൻ നന്ദി പറയുന്നു. അതിങ്ങനെ 21 പ്രാവശ്യം ഞാനിങ്ങനെ എഴുതുന്നുണ്ട്. അത് അങ്ങനെ എഴുതി വെക്കാൻ പാടുവോ? അങ്ങനെ എഴുതി വെക്കാറുണ്ട് അങ്ങനെ 21. ഓക്കെ കറക്റ്റ് എഴുതി വെച്ചോളൂ. കണ്ടിന്യൂ. ഏതായാലും നല്ല റിസൾട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. വിശ്വാസപൂർവ്വം ചെയ്യുക. നല്ല കാര്യങ്ങളെല്ലാം മാറ്റം ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, അടുത്തത്. സാർ ഞാൻ അങ്ങനെ എഴുതിയിട്ട് ഒരു കുപ്പിയിലിട്ട് വെക്കുന്നുണ്ട്. റൈറ്റ്. യെസ്. സാർ ഞങ്ങൾക്ക് വീട് സ്ഥലം 25-ാം തീയതി ഓക്കെ, കച്ചവടം കഴിഞ്ഞു. നടക്കും പറഞ്ഞാൽ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി അടുത്ത ആളിലേക്ക് പോവാം. സമയം വേണ്ടേ നമുക്ക്, മറ്റുള്ള നോക്കണ്ടേ. പറഞ്ഞോ സ്മിത, എന്താ പറയണ്ടേ? സ്മിത സതീഷ്, പെട്ടെന്ന് പറഞ്ഞോ. ഇല്ലല്ലോ, അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. സാർ എനിക്കൊരു സംശയമുണ്ട്. ആ സാർ, അതെ, ഞാന് 888 രൂപയുടെ കോഴ്സാണ് ചേർന്നുള്ളതേ. അത് ഞാൻ വിചാരിച്ചുള്ള 2020 ആണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അറിയില്ല ശരിക്ക്. അപ്പൊ സാർ ഇന്ന് ഇത് ഇട്ടിട്ടില്ലേ, ടൈം ടേബിൾ ഇട്ടേല് എനിക്ക് ഏത് ദിവസമാണെന്ന് എനിക്ക് അറിയണില്ല. തുടങ്ങിയിട്ടില്ല. അത് 888 രൂപയുടെ നമ്മുടെ 2020 ആണ്. 2020 നെക്സ്റ്റ് വീക്കേ തുടങ്ങുള്ളൂ. ഈ വീക്കിലില്ല, ഈ വീക്കിന്റെ ടൈം ടേബിൾ ഇട്ടത് നെക്സ്റ്റ് വീക്കാണ് 2020. അതായത് ഇപ്പൊ 13-ാം തീയതി നമ്മൾ 7 ചക്രാസാ തുടങ്ങുന്നുള്ളത്. 7 ദിവസം കണ്ടിന്യൂസ് 7 ചക്രാസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 13 തൊട്ട് 20-ാം തീയതി വരെ 21-ാം തീയതിക്ക് 2020 തുടങ്ങണം. അപ്പൊ ഞാന് അതിലാണല്ലേ? നിങ്ങൾ 888 എന്തിനാ അടച്ചത്? അത് 888 അടച്ചപ്പോ 2020 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അടച്ചത്. എനിക്കപ്പോ 7 days എന്താ വേണ്ടത്? ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ഏതായാലും കുഴപ്പമില്ല, എന്റെ ജീവിതം മാറി കിട്ടി. 888 രൂപയുടെ 2020 3 ദിവസമേ ഉള്ളൂ കേട്ടോ. 3 ദിവസത്തെ മെഡിറ്റേഷൻ ആണത്. എനിക്ക് വേണ്ടത് 7 days-ന്റെ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചേർന്നുള്ളത്. 7 days ചക്രാസ് നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മുമ്പ് മെഡിറ്റേഷൻ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, ചക്രാസിക്ക് വേണ്ട, കാരണം അത് ഞാൻ ആദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആണോ വേണ്ടത്? എനിക്കറിയില്ല സാറേ, എനിക്ക് എന്താ നിങ്ങളുടെ വിഷയം എന്താണ്? എന്താ നിങ്ങളുടെ വിഷയം? എനിക്ക് സാമ്പത്തികം വലിയൊരു വിഷയമാണ്. പിന്നെ എന്താ വെച്ചാല്, പിന്നെ മക്കൾ രണ്ടാളും വഴക്കായിട്ട് മൂത്ത മോൻ വേറെ പോയി. അത് എന്താ, അയ്യോ സന്തോഷമല്ല, എനിക്ക് സങ്കടമാണ്. കാരണം അല്ലല്ല, അവൻ കല്യാണം കഴിച്ച് കുട്ടികളായി കഴിഞ്ഞാൽ മാറിപ്പോട്ടെ. കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാൻ പിന്നെ എവിടേക്കും പോയത്? അത് അവൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായി വീട്ടിൽ അങ്ങനെ സംഭവിക്കാം. കാരണം എന്താ വെച്ചാൽ എനിക്ക് വലിയൊരു അസുഖം വന്നു. അപ്പൊ അതിന് ഒരു 5 ലക്ഷം രൂപയ്ക്ക് ചെലവായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കിടക്കേണ്ട. അപ്പൊ നിങ്ങൾക്ക് വേണ്ട മാനസികമായുള്ള ഒരു ചെറിയൊരു ഐക്യമാണ്, മാനസികമായ സ്വസ്ഥയാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ജേർണി ടു ഹാപ്പിനെസിന്റെ മിനി കോഴ്സ് എടുക്കുക. മിറാക്കിൾസ് ഡേയ്സ് 10 ദിവസത്തെ ക്ലാസ്. 10 മിറാക്കിൾ 1212 രൂപ അല്ലെ? 888 അടച്ചിട്ടുള്ളൂ. അപ്പൊ എന്താ ചെയ്യാ? ബാക്കി അടച്ചാ മതി. മെഡിറ്റേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇത് സ്വസ്ഥമാക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ, എന്നിട്ട് മെഡിറ്റേഷൻ കൊണ്ട്, അല്ലെങ്കിൽ നോർമൽ മെഡിറ്റേഷനിലേക്ക് പോകണം. അതാണ് ഞാൻ സാറിനോട്. നോർമൽ മെഡിറ്റേഷൻ മതിയോ? എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് എഴുന്നേക്കുവോ? രാവിലെ 5:30 മണിക്കൊന്നല്ല, ഞാൻ 4 മണിക്ക് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് സാറിന്റെ ആ 5:30 മണി മെഡിറ്റേഷനിലേക്ക് ചേരാൻ പറ്റില്ല. ഞാൻ ആ സമയത്ത് ഇവിടെ എന്റേതായ കുറച്ച് പ്രാർത്ഥനകളും ജപങ്ങളൊക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിന്റെ യൂട്യൂബ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടേ ഞാൻ എന്റെ വീട്ടിലെ പണികൾ തുടങ്ങുള്ളൂ. അപ്പൊ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാ മതി. ഞാൻ ശരി, അതൊന്ന് മാറ്റിയ എന്താ അഡ്മിൻ ഒന്ന് ശ്രദ്ധിച്ച രാധാ ദിനേശിന്റെ അതെ മാറിപ്പോണ്ട. എന്റെ ആയിപ്പോലെ രാധാ ദിനേശിന്റെ ആണ് അഡ്മിൻ. രണ്ടുപേരും പേര് മാറി. രാധാ ദിനേശ് ഒന്ന് ബാക്കി ഏറ്റായിട്ട് ബാക്കി വാങ്ങിച്ചിട്ട് 10 മിറാക്കിൾസിന് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോ അത് ചേർത്തോളൂ കേട്ടോ. അതെന്നാ തുടങ്ങുക? ഡേറ്റ് ഇപ്പൊ കൺഫേം അല്ല. ഇന്നാണ് ഒന്ന് തീർന്നത്. രണ്ടാമത്തെ അല്ല, ഇന്നല്ലേ തുടങ്ങിയത് അല്ലേ? ഇന്ന് തുടങ്ങല്ലേ? ഓക്കെ, ഇന്നോ നാളെ തുടങ്ങും. ഇപ്പൊ തന്നെ മാറ്റിക്കോളൂ. ബാക്കി അടച്ചാ മതി, പിന്നെ അടച്ചാ മതി. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അല്ല സാർ, ഒരു സംസാരിച്ചിരുന്നില്ലേ ഇതിന്റെ ബാക്കി ഞാൻ ഈ ശരി.
ആരാണ് സംസാരിക്കുന്നത്? എന്താ പറഞ്ഞു ശ്രീകല? എന്താ പറഞ്ഞു? ഞാൻ വേദാംബിക പറഞ്ഞോ, ഒരു മിനിറ്റ് എല്ലാരും കൂടി പറഞ്ഞാൽ ഞാൻ എല്ലാം മ്യൂട്ട് ചെയ്യും. ഞാനേ സാറിന് ഒരു പേപ്പർ അയച്ചിട്ടുണ്ട്, ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സാർ ഒന്ന് നോക്കണം. നോക്കാം ഞാനത്. നോക്കിയിട്ട് ഒന്ന് നോക്കിട്ട് പറ. ഇപ്പൊ നോക്കണം, ക്ലാസ് നടക്കുമ്പോ നോക്കണം. അല്ലല്ല, പിന്നെ സാർ നോക്കിയാൽ മതി. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, സാർ ഒന്ന് നോക്കണമായിരുന്നു. എനിക്ക് എല്ലാം തോന്നുന്നു. അഡ്മിന്മാർക്ക് ആർക്കെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് തരണേ. അല്ലല്ല, സാറിന് ഇട്ട് പ്രസീത മാമിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇട്ടിട്ടില്ല. ഓക്കെ ശരി, ഞാൻ നോക്കാം. പ്രസീത അയച്ചോ? സാറിന്റെ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. ശരി, അപ്പൊ ഭയങ്കര അത്യാവശ്യമാണ് ഇന്നലെ. ഓക്കെ, ഞാൻ നോക്കാം. ഇന്നലെ നമ്മൾ ഫുൾ സംസാരിച്ചു. ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ക്ലാസ് നടക്കുമോ? ഇല്ലല്ലോ. യെസ്, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒരു 60 സെക്കൻഡ് കൊണ്ട് എങ്ങനെ പണം നമ്മുടെ കയ്യിലെത്തിക്കാം എന്നുള്ളത്, മണി എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ്. ആർക്കൊക്കെ വേണം? വേണ്ടവർ മാത്രം തയ്യാറായിക്കോളൂ. ടൈപ്പ് ചെയ്തോളൂ. പണം വേണ്ടവർ, പണം ആഗ്രഹമുള്ളവർ മാത്രം വന്നാൽ മതി. മറ്റുള്ളവരെല്ലാം വിട്ടുപോക്കോളൂ. അവർ മാത്രം ഇവിടെ ഉണ്ടായാൽ മതി. 15. അപ്പോ പറയുമ്പോൾ ഇന്നലെ പറഞ്ഞില്ല, നമ്മുടെ തിരുവനന്തപുരം പ്രോഗ്രാമിന് വരാനുള്ള ആഗ്രഹമുള്ള ആൾക്കാരെല്ലാവരും, യൂട്യൂബ് വീഡിയോ കാണുന്നവരും മറ്റുള്ളവരും ബുക്കിംഗ് മുമ്പേ ചെയ്തു വെക്കുക. സീറ്റ് പരിമിതമാണ്. ആദ്യം ബുക്ക് ചെയ്തവർക്ക് അവർക്ക് മുമ്പിലെ സീറ്റ്, ലാസ്റ്റ് ബുക്ക് ചെയ്ത ബാക്കിലെ സീറ്റ്. വ്യത്യാസം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, മുമ്പിലുള്ളവർക്ക് അല്ലെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ സ്റ്റേജിലേക്ക് ഇറങ്ങി വരുമൊന്നുമില്ല. നമ്മുടെ ഹാളില് ഞാൻ ആ സ്റ്റേജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മുമ്പിൽ ഇരിക്കാൻ വേണ്ടവർ ആദ്യം ബുക്ക് ചെയ്ത് കളാം, മറ്റുള്ളവർക്ക് പിന്നെ അയക്കാം. കാരണം അവിടെ അത്രയും സീറ്റുകൾ 100, 150 മാത്രമേ അവിടെ കൊള്ളുള്ളൂ മാക്സിമം. തിരുവനന്തപുരത്ത് ഒരുപാടില്ല. അപ്പൊ സീറ്റുകൾ മുമ്പേ കൺഫേം ആക്കണം. താക്കരുത്, ബുക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, കഴിയുന്നവരൊക്കെ എത്തുക അനന്തപുരിയിലേക്ക്. അപ്പോൾ തയ്യാറാണ് എല്ലാവരും? ജീവിതത്തിൽ എനിക്ക് എല്ലാവർക്കും കാശ് വേണം. കാശ് വേണ്ടാത്തവർ ആരുമില്ല, ഞാനുമില്ല, നിങ്ങളുമില്ല, ആരുമില്ല അല്ലെ? ആർക്കെങ്കിലും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, അതും വളരെ പ്രധാനമാണ് അല്ലെ? ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കാശ് വേണ്ടവരുണ്ടോ? പറയാൻ പറഞ്ഞല്ലോ, ഡേറ്റ് ജനുവരി 26, റിപ്പബ്ലിക് ഡേ ആയിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ദിവസം നമുക്ക് ലിബറേഷൻ വേണം അല്ലെ? അത് വേണ്ടിയിട്ട് ജനുവരി 26. സിംഗപ്പൂരിൽ പോകാൻ താല്പര്യപ്പെട്ടവർ ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് തന്നെ പൊക്കോളൂ. വെറുതെ ഇങ്ങോട്ട് വന്ന സമയം കളയണ്ട, ബാക്കിയുള്ളവർ മാത്രം വന്നാൽ മതി കേട്ടോ. പിന്നെ ജനുവരി എന്താ പറയാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, ആർക്കെങ്കിലും പണം ഫ്രീ ആയിട്ട് വേണ്ടവരുണ്ടോ? അവർ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്യുക, ഐ വാണ്ട് ഫ്രീ മണി. സൗജന്യമായിട്ട് മണി ആർക്കെങ്കിലും വേണോ? വേണ്ടവർ കൃത്യമായി ഇപ്പൊ ചോദിക്കണം. പോരാ, കുറേ പേര് ടൈപ്പ് ചെയ്യാനുണ്ട്. എനിക്കിത് ഈ 260 ആൾക്കാരും ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൽ അർത്ഥമുള്ളൂ അല്ലെ? ഇവിടെ എത്ര പേരുണ്ടെന്നൊക്കെ ഒന്ന് സ്ക്രീൻ കാണിക്കണ്ടേ? എല്ലാവരും ക്യാമറയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. യെസ്, വേണം. യെസ്, ഫ്രീ ആയിട്ട് വേണം. ഓക്കെ, ശരി. അപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. കൂടുതലൊന്നും പറഞ്ഞ് സമയം വയ്ക്കുന്നില്ല, കാരണം സിദ്ധാന്തങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. വെറും കാര്യമായ കാര്യം മാത്രമേ അറിയുള്ളൂ. ഇത് മാത്രമായി പഠിക്കുക. നമ്മുടെ ബിസിനസ് ക്ലാസ് നാളെ വരുന്നുണ്ട്, അതിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സൗജന്യമായി 70 ലക്ഷം രൂപ വേണം ഒരാൾക്ക്, ലീലമ്മയ്ക്കൊക്കെ. സാർ, പെൻഡുലം മീറ്റിംഗ് ഐ എം റെഡി. ഓക്കെ, വെരി ഫൈൻ. ഓക്കെ, വേണം. ഫ്രീ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഫ്രീ വേണ്ടവരുണ്ടാവുന്നത്. ഫ്രീ വേണ്ട, സ്വാഭാവികമാണ് അല്ലെ? നേരത്തെ പറഞ്ഞു പിണറായി വിജയൻ 740 രൂപയുടെ ഫ്രീ മൊബൈൽ റീചാർജ് പറഞ്ഞപ്പോ എല്ലാവരും ചാടി ഓടി അതിന്റെ ഫോർവേഡ് ചെയ്തു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ പറഞ്ഞു നരേന്ദ്രമോദിയും ഇതുപോലെ ഫ്രീ കൊടുത്തിരുന്നു അല്ലെ? മറ്റുള്ളവരുടെ പണത്തിന് പിന്നെ മറ്റുള്ളവരുടെ പണം, എന്റെ പണമൊന്നും ഇല്ല ബബിത. മണി മാനിഫെസ്റ്റേഷൻ നിങ്ങൾ പഠിക്കാത്തതാണ്. പണത്തിന് നിങ്ങളൊന്നും, അത് അജിതയുടെ ആണോ, ഓമനയുടെ ആണോ, ദിനേശിന്റെ ആണോ, സ്മിതയുടെ ആണോ, അല്ലെങ്കിൽ ഓമനമ്മയുടെ ആണോ, കുമാർ സാറിന്, ഇങ്ങനൊന്നും ഇല്ല പണത്തിന്. പണം എല്ലാവർക്കും ഒരുപോലെയാണ്. അവിടെ ഒരു കണ്ടീഷൻ മാത്രമേ പണത്തിനുള്ളൂ. അതാ കണ്ടീഷൻ അറിയാവോ? പണമുള്ളവർക്ക് പണത്തിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. അത് ആരെടുത്താ പോകുന്നതെന്ന് വെച്ചാൽ ഒരൊറ്റ കണ്ടീഷൻ, ഒന്നല്ല 3 കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ,
അറിയാം ആർക്കെങ്കിലും? പണം പോകുന്ന ഒന്നാമത്തെ കണ്ടീഷൻ, ആരെടുത്തേക്കാണ് പണം പോകുന്നത്? ഒന്നാമത്തെ കണ്ടീഷൻ പണത്തിന്റെ അറിയാവോ നിങ്ങൾക്ക്? യെസ്, ആർക്കും അറിയില്ലല്ലേ പണത്തിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ? യെസ്, ഇത് കൃത്യമായി ആൻസർ ചെയ്യാം. ആരാണോ അതിനെ സ്നേഹിക്കുന്നത് അവരുടെ അടുത്തേക്ക് അത് പോകും. മണി ഗോസ് ടു ഹൂ ലവ് മണി. പണത്തെ സ്നേഹിക്കുന്നവന്റെ അടുത്തേക്ക് പണം പോകും. നിങ്ങൾ എത്ര പേര് ഈ പറഞ്ഞവരിൽ പണത്തെ സ്നേഹിക്കുന്നുണ്ട്? ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലേ. എന്നാ ഒന്ന് ഇപ്പൊ നിലവിലുള്ള ആ സ്നേഹത്തെ, ആ പണത്തെ ഒന്ന് എടുത്തിട്ട് ഒരു സ്നേഹപൂർവ്വം ഒരു വാക്ക് നിങ്ങളോട് പണത്തോട് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? എത്ര പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടിയ കാശിന് നന്ദിയോടുകൂടി, ആഹാ മനോഹര മനോഹരി, നീ എന്റെ അടുത്ത് വന്നല്ലോ, സന്തോഷം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാളും ഇവിടെ കൈ വെക്കാവും? കൃത്യമായി പണം നമ്മുടെ കയ്യിൽ വന്നത് പോയത് പോലും നമ്മൾ അറിഞ്ഞില്ല, പിന്നല്ലേ ഉള്ളത്. സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ പണം നമ്മുടെ ചെറിയൊരു, നമ്മുടെ കൊച്ചു കുട്ടിയാണെന്ന് ഓർക്കുക. നമ്മൾ കൊച്ചുകുട്ടിയെ സ്നേഹിക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. നമുക്ക് അതിന് പോലും സമയമില്ല, പിന്നല്ലേ പണത്തെ സ്നേഹിക്കാൻ സമയമുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും ഐ ലവ് യു മണിയൊക്കെ ആയി. ഇതൊന്നും അല്ല. ഇത് നമുക്ക് ഇപ്പൊ പറയാം, യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ ദിവസത്തോടുള്ള പ്രാർത്ഥനയിൽ എത്രത്തോളം എന്റെ കൺഫ്യൂഷൻ ആക്കല്ലേ, എത്രത്തോളം ദൈവമൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്തപ്പോ പറഞ്ഞത് കൺഫ്യൂഷൻ ആക്കല്ലേ. മണിയും ദൈവമായിട്ടൊന്നും ഒരു ബന്ധമില്ല കേട്ടോ. ദൈവം വേറെയാണ്, മണി വേറെയാണ്. ഇത് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പണത്തെ, നിങ്ങൾ എത്ര ആൾക്കാർ സ്നേഹപൂർവ്വം അത് കിട്ടിയതിന്, എന്റെ കയ്യിൽ അത് ഉള്ളതിന് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ആ കൊച്ചു കുട്ടിയെ എന്നും താലോലിച്ചിട്ടുണ്ടെന്ന് പറ. സത്യസന്ധമായി പറയാം. 90% ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരാള് വീട്ടിലുണ്ടെന്നോ, അങ്ങനെ ഒരാളെ ഒരു സ്ഥലത്ത് കൃത്യമായി കൊണ്ടുവച്ചിട്ടുണ്ടെന്നോ. അല്ലെ, വീട്ടിൽ വന്നിട്ട് പേഴ്സൊക്കെ വന്നിട്ട് ഒരൊറ്റ ഏറാണ്, വ്യത്യാസം പോകുമ്പോ തപ്പലാണ്, എവിടെ വെച്ചത് പേഴ്സ്? ഉള്ളവർക്ക് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് വേണമെന്ന് പറയില്ല. കാരണം അത് ഉള്ളവർക്ക് അതിന്റെ മൂല്യം അറിയാം. ഇത് അധ്വാനിച്ചാൽ മാത്രം കിട്ടുന്ന സാധനമാണ്. മണി എന്ന് പറഞ്ഞാൽ മണി കിട്ടാൻ രണ്ട് വഴികളേ ഉള്ളൂ. അറിയാവോ? മണി നമുക്ക് വരാൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പ്രത്യുപകാരമായി മാത്രം ലഭിക്കുന്ന ഒരു സാധനമാണ് പൈസ. വേറെ ഒരു വഴിയിലും ലോകത്ത് ഒരാൾക്കും പൈസ കിട്ടിയിട്ടില്ല. നമ്മൾ ചെയ്യുന്ന ഒരു ഏതു പ്രവൃത്തിയുടെയും പ്രത്യുപകാരമായി ലഭിക്കുന്ന കാശാണ് പണം. അപ്പോൾ അറവുകാരനും മൺവെട്ടിപ്പണിക്കാരനും സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കുന്നവനും അല്ലെങ്കിൽ കമ്പനിയുടെ സിഇഒയെ സംബന്ധിച്ചും ആരെ സംബന്ധിച്ചും മണി ഒരുപോലെ തന്നെയാണ്. അവൻ പണിയെടുക്കുന്നു, അവന് പണം കിട്ടുന്നു, ഒരു വ്യത്യാസമില്ല. എത്ര പേർക്ക് ഇത് ചെയ്യാതെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ കണ്ടോ നിങ്ങൾ? ഇത് ചെയ്യാതെ എങ്ങനെ ഈ സാധനം കിട്ടും? പണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനയുടെയും പ്രത്യുപകാരമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയക്കാണ് പണം എന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല പണം. ഇത് എനർജിയാണ്, ഒന്നുമില്ല. 100 രൂപയുടെ നോട്ടിൽ 100ന്റെ എനർജി, 500 രൂപയുടെ നോട്ടിൽ 500ന്റെ എനർജി. അപ്പോൾ 500ന്റെ എനർജി കൂടുതൽ വേണമെങ്കിൽ നമ്മൾ എന്ത് നൽകണം? 500 വല്യമായ എനർജി അങ്ങോട്ട് കൊടുക്കണം. അതായത് എം എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത് എനർജിയും സമയവും കൂടിച്ചേർന്ന് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് മണി ഉണ്ടാവുന്നത്. ഇത് രണ്ടും ഉപയോഗിക്കാതെ മണി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ള സത്യം തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ലോട്ടറി അടിക്കുന്നില്ലേ? ശരിയാണ്, ലോട്ടറി അടിക്കുന്നുണ്ട്. ആർക്കാണ്? ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ പൈസ എടുത്തു കൂട്ടി ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുകയും ആ നിക്ഷേപത്തിൽ നിന്നും ഒരാളിലേക്ക് ആ എനർജി പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ലോട്ടറി എന്താ സംഭവിക്കുന്നത്. നിങ്ങൾ ഞാനും ലോട്ടറി എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കൊടുക്കുന്ന എനർജി ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും അത് മറ്റൊരാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അറിയാത്തവരാരും ലോട്ടറി എടുക്കുന്നില്ലല്ലോ. നമ്മളെല്ലാവരും കൂട്ടിച്ചേർന്നുണ്ടാക്കുന്ന എനർജി ഒരു സ്ഥലത്തെത്തുകയും ആ എനർജി ഒരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ ഇത്ര പേരടങ്ങുന്ന ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക്
നൽകുന്ന എനർജി നിങ്ങൾ സ്വീകരിക്കുന്നു, നിങ്ങളെല്ലാം ബൂസ്റ്റപ്പായി വരുന്നു. ഇനി നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ബ്ലോക്ക്, ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുമ്പോൾ എനിക്ക് എത്ര നേരം നിങ്ങൾക്ക് എനർജി തരാൻ പറ്റും? അരമണിക്കൂർ, 1 മണിക്കൂർ ഞാൻ ഇത് നിർത്തിപ്പോകും. എനർജി ഓൾവേസ് എക്സ്ചേഞ്ച്ഡ്. നിങ്ങൾ അവിടെ വന്നിട്ട് എന്നെ കേൾക്കുകയും നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ മുഖഭാവം എനിക്ക് കാണുമ്പോൾ മാത്രമേ എനിക്ക് കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കാൻ പറ്റൂ. ഇത് എനർജിയാണ്. സുധാകുമാരിയൊക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിർത്തിപ്പോകും. വളരെ ശ്രദ്ധയോടെ ഇരിക്കാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാക്കാനാണ്. അപ്പോ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്താൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരില്ല എനർജി. ഒരു എനർജിയും വരില്ല. മണി എനർജി ഒട്ടും വരില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായത്തോളം ഇത് മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇത് വിശദമായി പഠിപ്പിക്കുന്നത് മണി മാനിഫെസ്റ്റേഷനിലാണ്. ഞാൻ കൃത്യമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രത്യുപകാരം, കർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലമായി വരുന്ന സാധനമാണ് പണം എന്ന് പറയുന്നത്. കർമ്മം ചെയ്യാതെ ഒരു പ്രത്യുപകാരം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള ഈ ലോകത്ത് അങ്ങനെ തത്വമേ ഇല്ല. അതുകൊണ്ട് പണിയെടുക്കണം, ജോലി ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ആയി അതിന്റെ പ്രത്യുപകാരം കൃത്യമായി എത്ര നമ്മൾ നൽകുന്നുവോ അത്രയേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ലോട്ടറി എടുക്കുന്ന കഥയാ പറഞ്ഞല്ലേ. ലോട്ടറി എടുക്കുമ്പോൾ എല്ലാവരും അവരവരെ കോൺട്രിബ്യൂഷൻസ് അവിടേക്ക് ചേർക്കുന്നു. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം എന്താന്ന് വെച്ചാൽ, ഓരോ ആളും അവരുടെ 100-ന്റെയോ 200-ന്റെയോ 50-ന്റെയോ നോട്ടിന്, അത് പൈസയുടെ എനർജി അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് ഇത് എന്നിലേക്ക് വരണേ എന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാവരും അവരവരിലേക്ക് വരുത്താൻ വേണ്ടി ഇടുന്ന ആ എനർജി ലോട്ടറി അടിച്ചിട്ട് നിങ്ങളിലേക്ക് വന്നാൽ അതിങ്ങനെ വലിക്കും. ഇവിടെ കിടന്നിട്ട് കാന്തം അങ്ങോട്ടാണ്. എനിക്ക് വന്നില്ല. ആരെങ്കിലും ഉണ്ടോ? ഞാൻ 100 പേര് കൂടി ലോട്ടറി എടുത്തു ഒരാൾക്ക് ലോട്ടറി അടിച്ചാൽ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? ഈ എടുത്ത ആള് 99 ആൾ അവൻ അപ്രീഷിയേറ്റ് ചെയ്യോ? ഷടാ നിനക്കാണ് അടിച്ചല്ലേ, എനിക്കല്ലേ അടിക്കണ്ടേന്ന് ചിന്തിക്കുമോ? എന്ത് ചിന്തിക്കും നമ്മൾ? ഒന്ന് പറഞ്ഞു നോക്കിയാ, നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കിയേ. എല്ലാവരും പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലെ? ഇത് യാഥാർത്ഥ്യമല്ലേ? അപ്പോ ആ കിട്ടിയ പൈസ എന്ത് സംഭവിക്കും? അതിലിവിടെ നിൽക്കാൻ പറ്റുമോ? വിറക്കൂലേ അതിവിടെ കിടന്നിട്ട്? നമ്മളെ കയ്യിൽ കിട്ടിയ വിറക്കോ ഇല്ലയോ? എങ്ങോട്ട് പോകണ്ടേന്ന് അറിയാതാവൂലേ? കുറെ ആൾക്കാർ പിടിച്ചു വലിക്കുന്നില്ലേ? ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അത് നമ്മളെ കയ്യിൽ നിൽക്കൂ. അതുകൊണ്ട് തന്നെയാണ് ലോട്ടറി കിട്ടിയവരാരും വലിയ പൈസക്കാരാവാത്തത്. പക്ഷെ ലോട്ടറി കിട്ടണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ലോട്ടറി കിട്ടാൻ യോഗമുണ്ട്, കിട്ടട്ടെ, കിട്ടണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, അപ്പൊ ആ നന്ദി നിങ്ങൾ പ്രകടിപ്പിക്കണം. അതായത് ഇത്രയും ആൾക്കാർ കൂടിയിട്ടാണ്, കാശ് കൂടിയിട്ടാണ് എനിക്ക് ലോട്ടറി കിട്ടിയത്, അതുകൊണ്ട് എല്ലാവരോടും നന്ദി 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 എന്നുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം എല്ലാവരിലോടും നിറക്കണം. എന്ന് വെച്ചാൽ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് എല്ലാവരും ഇത് തന്നല്ലേ എന്നോട്ട് കൊടുക്കണം എന്നല്ല പറഞ്ഞു കേട്ടോ. മനസ്സിൽ നന്ദി ഉണ്ടാവണം. അപ്പൊ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ ആ പൈസേനെ, ഓരോ തുട്ടിനെയും സ്നേഹിക്കാൻ തുടങ്ങും. ലോട്ടറി അടിച്ച് കിട്ടിക്കോട്ടെ, മറ്റു കിട്ടിക്കോട്ടെ, ഓരോ തുട്ടിനെയും സ്നേഹിക്കാൻ തുടങ്ങും. കാരണം അതിന് പ്രത്യുപകാരമായി നമ്മൾ നന്ദി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു എനർജി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, നന്ദിയുടെ എനർജി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഗുണകരമായി മാറും. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പോയിന്റ് നമ്പർ 1. ഇനി എന്താണ് രണ്ടാമത്? എന്തുകൊണ്ട് നമുക്ക് മണി കിട്ടുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് മണി കിട്ടുന്നില്ല? എന്തുകൊണ്ട് എന്തുകൊണ്ട് ചിലർ കടക്കാരായി മാറുന്നു? സ്വയം ഒന്ന് വിശകലനം ചെയ്തു നോക്കുക. നമ്മളായിട്ടെടുത്ത ചില അബദ്ധമായ തെറ്റിദ്ധാരണാപരമായ കാര്യങ്ങളിലൂടെ അല്ലേ നമ്മൾ കടക്കാരൻ? അല്ലെങ്കിൽ ശൂന്യതയിൽ ആരും കടക്കാരനായിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അങ്ങനെ സംഭവിച്ചു. ഇനി എന്ത് ചെയ്യണം? മാറ്റണം അല്ലെ? സംഭവിച്ചതിന് മാറ്റമുണ്ടാക്കണം. സ്റ്റെപ്പ് ഓരോന്നും എവിടെ സംഭവിച്ചു എന്ന് തിരുത്താൻ നമ്മൾ തയ്യാറാണ്. എത്ര പേരതിന് തയ്യാറാണ്? സംഭവിച്ചു, സ്വാഭാവികമാണ്. എന്ന് തിരുത്താൻ നടപടി എന്താണ്? കച്ചവടം നടത്തി പൊട്ടിപ്പോയി, സ്വാഭാവികം. വാട്ട് ഈസ് നെക്സ്റ്റ്? അവിടെ തിരുത്താൻ തയ്യാറാവണം. എങ്ങനെ? അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് തിരുത്താൻ എല്ലാവർക്കും പറ്റും.
ഇന്ന് കേരളത്തിൽ ഒരു ജോലിക്ക് പോയാൽ 1000 രൂപ സാധാരണ ആണുങ്ങൾക്ക് ശമ്പളം കിട്ടാത്ത ഏതൊരു സ്ഥലമുണ്ടോ കേരളത്തിൽ? എത്ര പേര് പോകുന്നുണ്ട്? അപ്പൊ അങ്ങനെയാണെങ്കിൽ 30 ദിവസം ജോലിക്ക് പോകുന്നു, വേണ്ട 30 പോട്ടെ, 24 ദിവസം, ഒരു ദിവസം ലീവ് എടുക്കാം, 5 ദിവസത്തിൽ പോട്ടെ, 24 ദിവസം ജോലി എടുത്തു കഴിഞ്ഞാൽ 24,000 രൂപ കിട്ടില്ലേ? എത്ര പേർക്ക് ഇന്ന് 24,000 രൂപ വരുമാനമുണ്ട്? ഈ കടമുള്ള ആൾക്കാരുടെ ചോദ്യം. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ. എന്നിട്ട് സന്തോഷപൂർവ്വം ബാക്കി സമയത്ത് 8 മണിക്കൂറല്ലേ പണിയുള്ളൂ, ബാക്കി സമയം ഇരിപ്പുണ്ടല്ലോ, ആ സമയം നല്ല രീതിയിൽ ഉപയോഗിച്ചാലോ? എത്ര പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു? ഇതല്ലേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ? ഉപയോഗിക്കണം. എനർജി, എനർജി വരണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. ഉപയോഗിച്ചാൽ ഇഷ്ടം പോലെ സാധ്യതകളുണ്ട്. ഈ ജീവിതത്തിൽ രക്ഷപ്പെട്ടവരെല്ലാവരും അധ്വാനിച്ച് തന്നെയാണ് രക്ഷപ്പെട്ടത്. ഒരുത്തനും രാവ് വെളുക്കുമ്പോഴേക്കും കാശുകാരനായി മാറിയിട്ടില്ല. അവൻ കാശുകാരനായതിനു ശേഷമേ നിങ്ങൾ അവനെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം, അല്ലാതെ കണ്ടിട്ടില്ല. അവരൊക്കെ മണിയെ സ്നേഹിക്കുകയും മണിയിൽ തന്നെ ശ്രദ്ധിക്കുകയും അവർ സമ്പത്തിൽ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്. നിങ്ങളോ ശ്രദ്ധിക്കുന്നത് എന്തിലാന്നറിയോ? അയൽവക്കത്ത് എന്താ സംഭവിച്ചത്? അവിടെ മഴ പെയ്തോ? ഭൂട്ടാനിൽ എന്ത് സംഭവിച്ചു? അതൊക്കെ ലോക കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ ബിസിനസ്സിൽ എന്ത് സംഭവിച്ചാൽ അറിയില്ല, ഈ സാധനത്തിന് വില എത്ര, അത് നോക്കട്ടെ സാറേ എന്ന് പറയുന്നതല്ലേ. ബാക്കി ലോകത്ത് നടക്കുന്ന എല്ലാം എനിക്കറിയാം. ആവശ്യമുള്ളതിൽ ഒട്ടും ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമേ നമുക്ക് അബദ്ധം പറ്റിയിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. നമുക്ക് വേണ്ടത് നമുക്ക് ശ്രദ്ധിച്ചാൽ പോരെ? മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കണോ? എല്ലാം നമുക്ക് വേണോ? ഓക്കെ, എല്ലാം വേണം, നന്നായിരിക്കുമ്പോ എല്ലാം വേണം. നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ പിന്നെ എല്ലാം മറന്ന് അതിലേക്ക് ഫോക്കസ് ചെയ്യണം. ഇതിനപ്പുറത്തേക്ക് ഞാൻ എങ്ങനെ കിടക്കും? എല്ലാം ഞാൻ വരുത്തി വെച്ചതാണ്. ഒരാൾ ഇന്ന് എന്നോട് പറയുകയുണ്ടായി, ഇന്നലെ ഞാൻ പറഞ്ഞു, സാറേ ഭയങ്കര കടമാണ്, എനിക്കൊന്ന് രക്ഷപ്പെടണം. ഞാൻ ചോദിച്ചു എന്താണ് കടം? മക്കളെ പഠിപ്പിച്ച കടം വന്നു. ഇപ്പൊ എന്താ മക്കളെ പഠിപ്പിച്ചത്? മക്കളിപ്പോ എൻട്രൻസ് എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ അതിനെന്ത് ഇത്രയൊക്കെ കടം? ഇല്ല, കടം ഭയങ്കര കടമാണ് സംഭവിച്ചു. രണ്ടാമത് ചോദിച്ചു, പിന്നെയും കടം എന്താണ്? അല്ല, ഞാൻ 10 വർഷം മുമ്പ് 1 ലക്ഷം രൂപ ലോൺ എടുത്താണ് സാറേ. അപ്പൊ 1 ലക്ഷം ലോൺ എടുത്ത് ഇപ്പൊ എങ്ങനെ കടം? ഇപ്പൊ 10 ലക്ഷം. അതെങ്ങനെ സംഭവിക്കും? 1 ലക്ഷം ലോൺ എടുത്താൽ 10 ലക്ഷം ലോൺ സംഭവിക്കും? ഞാൻ നമിച്ചു. ഈ ലോൺ എടുക്കുന്നത് തിരിച്ചടക്കണം എന്നുള്ളത് ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ആരും പറഞ്ഞു കൊടുക്കണം. അബദ്ധം. ഇത് ഒരാളല്ല, ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് ഒരാൾ പറഞ്ഞ കാര്യമാണ്, എങ്ങനെയെങ്കിലും ഒരു ലോൺ കിട്ടിയ രക്ഷപ്പെടുന്നു, ഞാൻ ഒരു ലോണിന് കൊടുക്കാൻ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എത്ര %? അതൊന്നും അറിയില്ല. മാസം എത്ര അടക്കണ്ടെന്നും അറിയില്ല. അവര് 10 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മാസം 25,000 രൂപ വെച്ച് അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ കൊടുക്കാൻ പറ്റും? 25,000 രൂപ, 10 ലക്ഷം രൂപ, 25 എത്ര വർഷം? അപ്പൊ എത്ര അടക്കണം? അതൊന്നും അറിയില്ല, കണക്കൊന്നുമില്ല. അപ്പോൾ തീരുവോ? തീരില്ല. ബോധപൂർവം ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന മണി മാനിഫെസ്റ്റേഷനെ പറ്റിയല്ല ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെ 60 സെക്കൻഡിൽ നമുക്ക് പണക്കാരനാവും. അതിനാണ് നമുക്ക് ആവശ്യം, അല്ലേ? പറ്റുമല്ലോ. ഞാൻ ഇതിന്റെ കുറച്ച് ലിമിറ്റ് ബിലീവ്സ് പറഞ്ഞു. ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചോ, നിങ്ങൾ എളുപ്പത്തിൽ ചോദിച്ചോട്ടെ. നിങ്ങളുടെ കയ്യിൽ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരാള് 1 കോടി രൂപ കെട്ടിക്കൊണ്ടുവരികയാണ്, കെട്ടി നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരികയാണ്. നിങ്ങൾക്കത് കൈ പിടിച്ച് എത്ര നേരം നിൽക്കാൻ പറ്റും? 1 കോടി രൂപ ഒന്ന് പറഞ്ഞ് എല്ലാവരും ടൈപ്പ് ചെയ്ത്. 1 മണിക്കൂർ, അരമണിക്കൂർ, 10 മിനിറ്റ്, 25 മിനിറ്റ്, 2 മണിക്കൂർ, 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ തരികയാണ്, കയ്യിൽ കൊണ്ടു കെട്ടിത്തരികയാണ്. തിലകൻ സാറേ, നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ പിടിച്ചോ. സാറ് പിടിച്ചു വെക്കൂ. എത്ര മിനിറ്റ് നേരം പിടിക്കാൻ പറ്റും? യെസ്, 2 മണിക്കൂർ, 1 മണിക്കൂർ, 3 മണിക്കൂർ. കൈ കേൾക്കും. ഓക്കെ, ശരി, പോരട്ടെ. ബാക്കി കൂടി പോരട്ടെ. യൂട്യൂബ് വീഡിയോ കാണുന്നവരെല്ലാവരും ടൈപ്പ് ചെയ്യണേ. ഈ ഭാഗത്ത് നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ടൈപ്പ് ചെയ്യണം. യൂട്യൂബ് വീഡിയോ കാണുന്നവർ മുഴുവൻ ടൈപ്പ് ചെയ്യണേ. എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സും ഇതൊന്ന് ടൈപ്പ് ചെയ്യണം, ഈ പാട്ട്. പറ്റില്ല, എവിടെ വാങ്ങിച്ചാൽ അവിടെ. അപ്പോ കാശ് നമ്മുടേതായോ? യെസ്. ഈ പറഞ്ഞവരാരും ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ല. 1 കോടി ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ, ഇങ്ങനെയായിരിക്കും കൈ, 2 കൈയും ഇങ്ങനെ ആയിരിക്കും. ഇല്ല എന്ന് പറയാ, നിങ്ങള് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ആദ്യം കൈകാല് വിറക്കും. അടിയുടെ കൈ പെരുവിരലിൽ നിന്നുണ്ടോ, കാലിലെ പെരുവിരലിൽ നിന്ന് ഒരു സാധനം കയറും.
ഇല്ലാന്നും തോന്നരുത് കേട്ടോ. മേടിച്ചിട്ട് താഴെ വെക്കൊന്നുമില്ല, വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് ഡിപ്പ് ഉണ്ടാവും. ഇത് എന്താന്നറിയോ, നിങ്ങൾ ശ്രദ്ധിക്കാത്തോണ്ടാണ് 10 മിനിറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. 1 കോടി നമ്മളെ കയ്യിൽ വരണമെങ്കിൽ 1 കോടി താങ്ങാനുള്ള എനർജി നമ്മളിൽ വേണം. ആ എനർജി നമുക്കില്ലെങ്കിൽ താങ്ങാൻ സാധിക്കില്ല, പറ്റൂല. നിങ്ങൾ കയ്യിലൊന്നും പിടിച്ച് കൈ കഴിയുന്നല്ല അവിടെ വിഷയം, വെയിറ്റ് ഒന്നല്ല. 1 കോടി ചെക്ക് കൊണ്ട് തരികയാണെന്നിരിക്കും, അതും സെയിം തന്നെയാണ്. നടക്കൂല. ഫ്രീ ആയിട്ട് 1 കോടി കൊണ്ടുതന്ന് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയും വലിയ വിഷയമായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും മണി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് മുമ്പിലോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഇത് ആക്സെപ്റ്റൻസിലേക്ക് പോകുള്ളൂ. എനിക്ക് 50 ലക്ഷം രൂപ വേണം, 1 ലക്ഷം രൂപ വേണമെന്ന് നല്ല കാര്യം, അത് തന്നെ ഫോക്കസ് ചെയ്തോളൂ, നിങ്ങൾ അതിൽ തന്നെ നിന്നോളൂ. പക്ഷേ നാളേക്ക് വരുന്നതും നിങ്ങൾ പതുക്കെ ചിന്തിച്ച് കൂടെ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സമയമുണ്ട്. ഓരോ നിമിഷത്തും ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ എനർജി ഉയർത്തിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ സംഭവിക്കില്ല. സംഭവിച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, മണി എന്താണ്? എനർജിയാണ്. എനർജി കൂടുമ്പോൾ, എനർജി നിങ്ങൾ കൂട്ടി വെച്ചാൽ സമയം കുറച്ച് മതി, എനർജി നിങ്ങൾ കുറച്ചു വെച്ചാൽ സമയം കൂടുതൽ വേണം. രണ്ടും ഏതെങ്കിലും ഒന്നേ നിൽക്കുള്ളൂ. അപ്പോൾ എനർജി നിങ്ങൾക്കുണ്ടോ, കുറച്ച് സമയം കൊണ്ട് കാശ് കിട്ടും. എനർജി നിങ്ങൾക്ക് കുറവാണോ, കൂടുതൽ സമയം കൊണ്ട് കാശ് കിട്ടും. രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ നിങ്ങൾ തീരുമാനിക്കേണ്ടത്, എനിക്ക് എനർജി ഏതാ വേണ്ടത്, എനർജി കൂട്ടാൻ പറ്റുമോ? എനർജി എങ്ങനെ കൂട്ടാൻ പറ്റും? എപ്പോഴും പരാതിയാണ്, പരിവാണ്, ഇല്ല, അല്ല, വന്നില്ല, എനിക്ക് കിട്ടിയില്ല, കച്ചവടമില്ല, ബിസിനസ് ഇല്ല, ഒക്കെ ഉള്ള പരാതികളുടെ പ്രളയമാണ്. എനർജി ഉണ്ടാവുമോ കുറയുമോ? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, പരാതി പറയുന്നവരുടെ അവസ്ഥ ശ്രദ്ധിക്കണം. എനർജി നമുക്ക് കൂട്ടണമെങ്കിൽ നമ്മൾ ബോധപൂർവം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി പോസിറ്റിവിറ്റിയിലേക്ക് നിർത്തണം. നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് ഒരിക്കലും എനർജി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. അവർക്ക് ഉണ്ടാവുന്നത് കൈകാലുവേദന, സന്ധിവേദന, എന്താ പറയുക, കാലുവേദന, കൈവേദന, സന്ധിവേദന, വയറുവേദന, ഇങ്ങനെയുള്ള എല്ലാ വിധത്തിൽപ്പെട്ട അസുഖങ്ങളും ഉണ്ടാവും. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഡോക്ടറും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതെന്ത് അസുഖമാണ്. കുറെ ഗുളികയും വാരി കഴിച്ചാൽ ഇതൊന്നും കുറയില്ല. BP കൂടും, ഷുഗർ കൂടും, കൊളസ്ട്രോൾ കൂടും, ഒക്കെ ഇതിന്റെ കോമൺ പേരാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ്. മനസ്സിന്റെ പ്രശ്നം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന വെച്ച് നീർക്കെട്ട്, കയ്യിലെ നീർക്കെട്ട്, കാലിലെ നീർക്കെട്ട്, ഇതൊക്കെ ഇതുകൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ്. ഇതിനെ മാറ്റാൻ നിങ്ങൾ സ്വയം പോസിറ്റീവായി മാറിയേ പറ്റുള്ളൂ. അത്തരം കോഴ്സുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ ഒറ്റ ഉദ്ദേശം ഇത് മാത്രമാണ്. കാരണം ഇതൊക്കെ കഴിഞ്ഞു വന്നവനാണ് ഞാൻ, ഇതേ വഴിയിലൂടെ പോയത്, അനുഭവിച്ചാണ്. അതുകൊണ്ട് അത് നിരന്തരം റിസർച്ച് ചെയ്ത് അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് പറയാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും റിസൾട്ട് ഉള്ളത്. കാരണം ഞാൻ പറയുന്നത് ഓരോ വാക്കും നിങ്ങൾ ഹൃദയത്തിൽ നിന്നാണ്. ഓരോ എനർജിയും നിങ്ങൾ അപ്ലിഫ്റ്റ് കൊണ്ടുവരുന്നത് ഇത് മനസ്സിലാക്കാനാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും റിസൾട്ട് ഉറപ്പാണ്. ചിലവർക്ക് സമയം കൂടുതലെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ, എനർജി കുറവുള്ളവർക്ക് സമയം കൂടുതലെടുക്കും, എനർജി കൂടുതലുള്ളവർക്ക് കുറച്ച് സമയത്ത് സംഭവിക്കും. ഇത് രണ്ടും നിങ്ങളുടെ ഭാഗമായിട്ട് എനർജി കൂട്ടാണ് നിങ്ങൾക്ക് കൂട്ടാം, കുറക്കണം കൂട്ടാം. അപ്പൊ നമുക്ക് 60 സെക്കൻഡിൽ എങ്ങനെ പണം നമ്മുടെ കയ്യിൽ എത്തുന്നു പ്രാക്ടീസ് ചെയ്യാം. റെഡിയാണല്ലോ? ബാക്കിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു 60 സെക്കൻഡിന്റെ പ്രക്രിയ പറഞ്ഞു തരാം. എല്ലാവരും പുസ്തകം എടുത്തോളൂ. ആദ്യം ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് നാളത്തേക്ക് തന്നെ റിസൾട്ട് തരുന്ന പ്രാക്ടീസ് ആയിരിക്കും. ബുക്സ് എഴുതിക്കോളൂ. എന്താണ് എഴുതേണ്ടത്? നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള തുക, നിങ്ങൾക്ക് ഇപ്പോഴുള്ള ആവശ്യമുള്ള തുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുക, നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള തുക. ശൂന്യതയെ പറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷെ കഴിവതും ശൂന്യത അല്ലാതെ വരാൻ സാധ്യതയുള്ളതിനെ പറ്റി ചെയ്തോളൂ കേട്ടോ. കിട്ടാൻ സാധ്യത തുക നിങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചു. എത്രയാണോ എത്ര എന്ന് എഴുതി വെച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, കുറെ എഴുതണ്ട. കുറെ എഴുതിയാലും കിട്ടില്ല. ഒരെണ്ണം എഴുതാൻ കിട്ടും. കംപ്ലീറ്റ് എഴുതുന്നു. 10-25 എഴുതിയാൽ നമുക്ക് അത്രയും നമുക്ക് ചിന്തിക്കാനുള്ള പവർ ഉണ്ടാവില്ല.
ഒറ്റ കാര്യം മാത്രം, ഒരു കാര്യം മാത്രമേ ചെയ്യാവൂ. ഒറ്റ കാര്യം, ഒറ്റ തുക, ഒറ്റ കാര്യം. എവിടുന്ന് വരുന്നുവെന്നും കൂടി നിങ്ങൾ ആലോചിക്കണേ. എവിടുന്നായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് സാധ്യത തോന്നുന്ന നിങ്ങളുടേതായ ചില കോൺസെപ്റ്റുകൾ ഉണ്ടാവൂലേ, ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരാൾ തരാനുണ്ട്, അല്ലെങ്കിൽ അത് സ്ഥലത്ത് വരണം, അങ്ങനെ ഏതെങ്കിലും സാധ്യമായ ഒരു സോഴ്സിനെ പറ്റി കൂടി മനസ്സിൽ ചിന്തിക്കുക. എന്നിട്ട് കണ്ണടച്ചിരിക്കുക, ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക, കൃത്യമായി നേരെ ഇരിക്കുക, ശ്വാസോച്ഛ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. പൂർണ്ണമായി നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് വേണം ഇരിക്കാനായിട്ട്. പൂർണ്ണമായും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് വേണം ഇരിക്കാനായിട്ട്. നിങ്ങളിൽ മേൽ 1% പോലും അവിശ്വാസം ഉണ്ടാവരുത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇതുവരെ നടന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നിട്ട്, അത് സത്യമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതേ നടന്നിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ആന്തരികമായി നിങ്ങൾ ആഗ്രഹിച്ചത് മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സംഭവം ഇന്ന് നടക്കാൻ പോവുകയാണ്. എല്ലാവരും തയ്യാറായിരിക്കുക. കണ്ണടക്കുക. കണ്ണടച്ച് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. 1 2 3 4 5 6 7 8 9 10 ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ആവശ്യമായി നിങ്ങൾ എഴുതിയ തുക കൺമുമ്പിൽ കാണുക. നന്നായി കൺമുമ്പിൽ കാണുക. കൃത്യമായ ആ തുക ഏത് രൂപത്തിലാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതുപോലെ കാണുക. ഗൂഗിൾ പേ ആയിട്ടാണോ, ബാങ്കിൽ SMS ആയിട്ടാണോ, നോട്ടായിട്ടാണോ, എന്ത് രൂപത്തിലാണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് കൃത്യമായി കാണുക. ഇനി അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, നിങ്ങൾക്ക് എങ്ങനെയുള്ള ആഹ്ലാദമായിരിക്കും നിങ്ങളുടെ അടിവയറ്റിൽ നിന്നും വരുന്നത് എന്ന് ഫീൽ ചെയ്യുക. അത് കൃത്യമായി വരിക. ആ എമൗണ്ട് നിങ്ങൾക്ക് ലഭിച്ച അത് ഗൂഗിൾ പേയിൽ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, മാനസികമായ സന്തോഷമുണ്ടല്ലോ, ആത്മാനുഭൂതി ഉണ്ടല്ലോ, ആ അനുഭൂതിയെ കൃത്യമായി ഒന്ന് ഫീൽ ചെയ്യുക. ആഹാ, നിങ്ങൾ ആഗ്രഹിച്ച പണമാവാം, എന്തുമാവാം. ഞാൻ പണത്തെ പറ്റി മാത്രമാണ് ഇപ്പൊ പറയുന്നത്. അത് മറ്റെന്തുമാവാം. അത് ലഭിച്ചു കിട്ടും. അതിനെ നിങ്ങൾ ആ കാശിനെ, ആ വന്ന തുകയെ നിങ്ങൾ കുഞ്ഞിനെ താലോലിക്കുന്ന പോലെ എടുത്തിട്ട് മകളെ താങ്ക് യു എന്ന രീതിയിൽ നന്ദിയോടുകൂടി അതിനെ വാരിപ്പുണരുക. സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടു കൂടി. ഓരോ മണിയും, എൻ്റെ ജീവിതത്തിലുള്ള ഓരോ പൈസയും ഞാൻ സ്നേഹത്തോടെ വാരിപ്പുണരുന്നു എന്ന രൂപത്തിൽ അതിനെ അഗാധമായി സ്നേഹിക്കുക, ആത്മബന്ധം ഉണ്ടാക്കുക. അതിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ആത്മബന്ധം ഉണ്ടാക്കുക. ആ ഫീലിങ്സ് വിട്ടുപോകരുത്. ശരീരത്തിൽ നിങ്ങളുടെ കാൽവിരൽ മുതൽ തലയോട്ടി വരെ ആ പെരുപ്പ്, ആ കാശ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പെരുപ്പുണ്ടല്ലോ, അത് അനുഭവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിറയൽ വരുന്നുണ്ട്. അത് സന്തോഷത്തിന്റെ വിറയൽ നിങ്ങൾ അനുഭവിക്കണം. കൃത്യമായി അനുഭവിക്കുക. ആ സന്തോഷത്തിന്റെ വിറയൽ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ആ കാശ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അത് നിങ്ങൾ സ്നേഹത്തോടെ എടുത്തു വെച്ചിട്ട് ഇനി അതിനെ സതുദ്ദേശപരമായി മാത്രമേ നിങ്ങൾ ഇനി കാശിനെ ചെലവഴിക്കുകയുള്ളൂ. ഓരോ പിൽസിനെയും, ഓരോ പൈസയോടും വളരെ ശ്രദ്ധാപൂർവം സതുദ്ദേശപരമായിട്ട് മാത്രമേ ഞാൻ എന്നെ ഉപയോഗിക്കുള്ളൂ. ഇത്രയും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുട്ടിയെ ഞാൻ വളരെ സ്നേഹത്തോട് മാത്രമേ കാണുകയുള്ളൂ എന്നും കൃത്യമായ ബോധ്യപ്പെടുത്തലോടുകൂടി അതിനെ അംഗീകരിക്കുക. അതിനോട് ലവ് യു മണി, ലവ് യു മണി, ലവ് യു മണി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും, എൻ്റെ എല്ലാ സന്തോഷത്തിനും, എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉണ്ടാവേണ്ട എൻ്റെ മണി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, സന്തോഷത്തോടു കൂടിയ പണത്തെ ഞാൻ എൻ്റെ കൂടെ നിർത്തുന്നു എന്ന് അംഗീകരിക്കുക. ആ സ്നേഹത്തിന് ആ തരിമ്പിൽ തന്നെ കിട്ടാനുള്ള നോക്കിക്കോ. നാളെ രാവിലെ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് SMS ആയിട്ടോ നമ്മുടെ ഗൂഗിൾ പേ ആയിട്ടോ സംഭവിക്കും. അതിനുവേണ്ടി മാത്രം തയ്യാറാവുക. നല്ലതിനു വേണ്ടി മാത്രമേ ഇനി കാശ് ഉപയോഗിക്കുള്ളൂ എന്ന് ദൃഢനിശ്ചയത്തോടു കൂടി, മനസ്സ് വ്യക്തമായ ക്ലാരിറ്റിയോടുകൂടി അത് സംഭവിക്കട്ടെ.
തഥാസ്തു തഥാസ്തു തഥാസ്തു. എല്ലാവരും തിരിച്ചു വരാം. എല്ലാവർക്കും തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. വെൽക്കം. തിരിച്ചു വരിക. ഇത് ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക്. പക്ഷെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക്, ഇതെല്ലാ ദിവസവും കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ബെഡിൽ കിടക്കാൻ വേണ്ടി പോയിരിക്കുമ്പോൾ 1 മിനിറ്റ് ബെഡിൽ ഇരിക്കുക, സ്വസ്ഥമായിരിക്കുക. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തോളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ഇത് തന്നെ പറഞ്ഞു, എനിക്ക് കിട്ടിയല്ലോ എന്റെ ആഗ്രഹിച്ച സംഭവം എന്ന ചിന്തയോടുകൂടി, നന്ദിയോടുകൂടി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഓരോ മണിയും പൈസ നിങ്ങളുടെ കയ്യിലുള്ളതിനും നന്ദിയോടുകൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. സംഭവം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. സംഭവിക്കട്ടെ. തഥാസ്തു. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്നും ജീവിതത്തെ മാറ്റിവെക്കുക. സ്വബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു ആൾ.